നമ്മുടെ ഒപ്പീനിയൻ ഇവിടെ വാല്യൂ ഇല്ല. എന്ത് പറഞ്ഞാലും ഇപ്പൊ ഞാൻ എക്സാമ്പിൾ ഞാൻ പറഞ്ഞു അനീഷ് ആവേണ്ടത് അഭിനയം ഇല്ലെങ്കിൽ അനുകൂലമാവേണ്ട വരുന്നത്. ഇപ്പൊ ഈ സ്റ്റേറ്റ്മെന്റ് കഴിഞ്ഞിട്ട് വരാൻ പോണ കമന്റ്സ് എന്തായിരിക്കും? ആര്യൻ ജലസ്, അസൂയ, അയ്യേ ജയിച്ചില്ല, പൊട്ടൻ, ഇത് അത്. അപ്പൊ ബേസിക്കലി മൈ ഒപ്പീനിയൻ ഹാസ് നോ വാല്യൂ. ഇപ്പൊ ഞാൻ എക്സാമ്പിൾ എനിക്ക് തോന്നിയ പ്ലെയർ എന്ന് പറഞ്ഞാൽ മുൻഷി ആവാം ജയിക്കേണ്ട ആള്, എനിക്ക് എന്ത് വേണമെങ്കിൽ പറയാം. പക്ഷെ ആൾക്കാർ അത് അക്സെപ്റ്റ് ചെയ്യില്ല. എന്റെ ഒപ്പീനിയൻ ഈ പറഞ്ഞ പോലെ നാട്ടുകാരും ഇല്ലെങ്കിൽ പ്രേക്ഷകർ അക്സെപ്റ്റ് ചെയ്യില്ല. ഇപ്പൊ ആരെ വിന്നറായത്? അനുമോൾ. ഷീസ് ഡിസേർവിംഗ്. ദാറ്റ്സ് ഓൾ. അല്ലാണ്ട് നമ്മുടെ ഒരു ഒപ്പീനിയൻ പറഞ്ഞാലും അവിടെ ഏറ്റവും കൂടുതൽ ഫൈറ്റ്സ് നടന്നത് പി ആറിനെ പറ്റിയിട്ടായിരുന്നല്ലോ. ഫുൾ ഫൈറ്റ്സ് പി ആറിനെ പറ്റിയിട്ടായിരുന്നു. ശരിക്കും ഈ റീ എൻട്രിയിൽ വന്ന കണ്ടസ്റ്റൻസ് അവിടെ വന്ന് ഈ പി ആറിനെ പറ്റിയിട്ട് പറയേണ്ട ആവശ്യം ഉണ്ടായിരുന്നോ? പി ആറിനെ പറ്റി റീ എൻട്രിയിൽ വന്ന് മേ ബി അവർക്ക് ഒരു ഫ്രസ്ട്രേഷൻ ആയിരിക്കും, അവരുടെ അത് എക്സ്പീരിയൻസ് ആയിരിക്കും, മേ ബി അവർക്ക് വിഷമം ഉണ്ടായിരിക്കും. പറയണമെങ്കിൽ അവർ പറഞ്ഞല്ലോ, ഒരു റിയാലിറ്റി ഷോ മീഡിയമിൽ നമ്മൾക്ക് ഫ്രീഡം ഓഫ് സ്പീച്ച് ഉണ്ട്. സോ ഇഫ് ദേ സെഡ് ദാറ്റ് ഇസ് ദെയർ ഇമോഷൻ അല്ലേ, നമ്മൾ ആരാണ് ജഡ്ജ് ചെയ്യാൻ? പറയാൻ there is nothing wrong if they've said something. ഫൈറ്റ് ചെയ്യാം, അവർക്ക് അവരുടെ രീതിക്ക് ഫൈറ്റ് ചെയ്യാം. എന്റെ മൈൻഡിൽ അതൊന്നുമല്ല ഫൈറ്റ്. I don't want to fight for PR. You have PR, I don't have PR. ഞാൻ തോറ്റു, നീ ജയിച്ചു, ഇതെല്ലാം കഴിഞ്ഞു. And she has paid. If she has paid, അത്രോ അവൾക്ക് ചങ്കുണ്ടല്ലോ അത്രോ കാശ് കൊടുക്കാൻ, അത് അവളുടെ കഴിവ്. So who are we to say that why did you do it? She has done it what she has thought is right for her. So good for her. Yes. അപ്പോൾ എന്തായാലും ബിഗ് ബോസ് ഹൗസ് എല്ലാം കഴിഞ്ഞു, ഗെയിം എല്ലാം ഓവറായി. ആൻഡ് ഇപ്പോഴത്തെ എന്താണ് ലൈഫ് അപ്ഡേറ്റ്സ്? എന്റെ ലൈഫ് അപ്ഡേറ്റ് എന്ന് പറയുമ്പോൾ എല്ലാ സീസണിന്റെ ബിഗ് ബോസ് കണ്ടസ്റ്റൻസ് ബിഗ് ബോസ് വീട്ടിൽ നിന്ന് ഇറങ്ങും. കുറച്ചും കൂടി ഒന്ന് കുറെ ഉദ്ഘാടനം കാണും, കുറെ ഈ പറഞ്ഞ പോലെ ബ്രാൻഡ് കൊലാബറേഷൻസ്, കുറച്ച് വർക്ക് വാങ്ങിക്കാൻ വേണ്ടി കുറെ ആൾക്കാർ ഇങ്ങനെ ലൈം ലൈറ്റ് നിൽക്കുവാണ്. അവരുടെ ഞാൻ കണ്ടിരിക്കുന്ന ആൾക്കാര്. പക്ഷെ എനിക്ക് ഏകദേശം ഐ വിൽ ഡു ദാറ്റ് ആസ് വെൽ. ഐ നോട്ട് സെയിങ് ഞാൻ ഈ ബ്രാൻഡ്സിനോട് ചെയ്യില്ല. പക്ഷെ കുറച്ചും കൂടി ഒന്ന് സിനിമ സൈഡിലോട്ടായിരിക്കും എന്റെ ഒരു മൂവ്മെന്റ്. You will see more of me in movie side, movie businesses. എല്ലാം എൻ്റെ ഒരു ആഗ്രഹമാണ് എല്ലാ ഡയറക്ടേഴ്സിനെ മീറ്റ് ചെയ്യാനും, അതുപോലെ ഒന്ന് സ്ക്രിപ്റ്റ് ഒക്കെ വായിക്കാനും, ഒന്ന് ക്യാരക്ടേഴ്സ് കണ്ടുപിടിക്കാനും. അപ്പാർട്ട് ഫ്രം ദാറ്റ് ഐ വിൽ ഡെഫിനറ്റ്ലി ഡു മോർ ക്വാളിറ്റി വർക്ക് ദെൻ ക്വാണ്ടിറ്റി വർക്ക്. മനസ്സിലായി. ക്വാളിറ്റി ഐ പ്രിഫർ ക്വാളിറ്റി ഓർ ക്വാണ്ടിറ്റി. എല്ലാ ചാപ്പ ചവറ എല്ലാം അങ്ങനെ ചെയ്യണ്ട. കുറച്ചും കൂടി ഒന്ന് എന്റെ ഒരു ക്ലാസ് ജാടേ തോന്നുന്നത് സ്ട്രാറ്റജി അതാണ് ഏറ്റവും ബെസ്റ്റ്. ഐ വാണ്ട് ടു ഡു സംതിങ് മോർ ഡിഫറെന്റ് ഫ്രം അതർ പീപ്പിൾ. കുറച്ചുകൂടി നല്ല നല്ല കാര്യങ്ങൾ ചെയ്യാൻ. ഇപ്പോൾ ഒരു ബ്രാൻഡ് പിടിച്ചാലും അതിനൊരു ക്വാളിറ്റി ഉണ്ടാവും. ആ ക്വാളിറ്റിയിൽ ഐ സ്റ്റാൻഡ്. ജിസേലിന് ഇവിടെ മലയാളം മൂവീസ് ചെയ്യാനോ അങ്ങനെയൊക്കെ ഇൻട്രസ്റ്റ് ഉണ്ടോ? ഇവിടുന്ന് എന്തെങ്കിലുമൊക്കെ ഓപ്പർച്യൂണിറ്റീസ് വന്നോ ആഫ്റ്റർ ബിഗ് ബോസ്? കിട്ടിയ I would do it. My mother would love it. But yeah, like I go with the flow. I mean, എനിക്ക് കിട്ടിയാൽ നല്ലതാണ്. ഞാനിപ്പം പുറത്ത് വന്നിട്ട് അങ്ങനെ അഗ്രസീവ് ആയിട്ട് ട്രൈ ഒന്നും ചെയ്യുന്നില്ല. ബട്ട് ഐ എം ജസ്റ്റ് I'm trying to spend more time in Kerala. ജിസേലിന് ഇപ്പൊ ആര്യനെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് കിട്ടിയ ഒരു കുറച്ച് ബെസ്റ്റ് പീപ്പിൾ ഇൻ യുവർ ലൈഫ് ആരൊക്കെ ആയിരിക്കും? I really got along with Rena. I really like her vibe. Rena is like even illarnengi I would bond with Rena the most. And even de pattiyum parayananengi Rena enikku ishtamanu. She understands my feelings. അങ്ങനെയാണ്. ആ നേരത്തും ഞാൻ ഈ പൊസസീവ് ആയ ആ കാര്യം അനീഷ് ചേട്ടനോട് പറഞ്ഞപ്പോൾ അനീഷ് ചേട്ടൻ ഈ വേർഡ് ആണ് ഇട്ടത്, പൊസസീവ്. ഇഫ് റെന ആയിരുന്നെങ്കിൽ അങ്ങനെ ഷി വുഡ് ഹാവ് അണ്ടർസ്റ്റുഡ് വാട്ട് എക്സാക്ട്ലി ഐ ആം ഫീലിംഗ്. അതെ അത് ആര്യന് മനസ്സിലായില്ല. അത് ലൈക്ക് അനീഷേട്ടനായിട്ടും നല്ലൊരു ബോണ്ടാണ്. അതൊരു ബോണ്ടുണ്ട്. ഐ റിയലി റെസ്പെക്ട് ഹിം. ആൻഡ് ഐ ഡോണ്ട് നോ, somehow അനീഷ് ചേട്ടൻ റിമൈൻഡ്സ് മീ ഓഫ് വൺ ഓഫ് മൈ relative. So I always ആ ഒരു ഫീൽ വരും അല്ലേ? ഇങ്ങനെ ഒരു വീട്ടിലൊരു ജോയിന്റ് ഫാമിലി ഉണ്ടെങ്കിൽ അനീഷ് ചേട്ടന്റെ പോലെ ഒരാൾ വീട്ടിൽ വേണം. അത് എനിക്ക് ഇഷ്ടമാണ്. ലൈക്ക് ഐ ഫീൽ ലൈക്ക് ഹീസ് എ പാർട്ട് ഓഫ് മൈ ഫാമിലി. അതെ. അപ്പൊ അനീഷ് ചേട്ടനൊക്കെ ആദ്യം വന്നപ്പോഴത്തേക്ക് വേറൊരാളായിരുന്നല്ലോ. ദെൻ ഇങ്ങനെ പോയി വന്നപ്പോഴാണല്ലോ നിങ്ങളായിട്ടൊക്കെ കൂടുതൽ അറ്റാച്ച്ഡ് ആയത് അല്ലെ? എനിക്കൊന്ന് ആ സമയത്തും പക്ഷെ അനീഷേട്ടനെ പോലും അങ്ങനെ ഒന്നും മോശം പറയാതിരുന്നത് ജിസേലാണെന്ന് തോന്നുന്നു. ഞാനായിരുന്നു. ബിക്കോസ് ഹി വാസ് നോട്ട് എ ബാഡ് പേഴ്സൺ. ദാറ്റ് വാസ് ഹിസ് സ്ട്രാറ്റജി. യു ക്യാൻ ടെൽ അതൊരു സ്ട്രാറ്റജി ആയിരുന്നു. ലൈക്ക് ഒറ്റയ്ക്ക് ഇങ്ങനെ പറയണം, ലൈക്ക് യു ഹാവ് ടു ബി എല്ലാവരും വഴക്കിടണം. ദാറ്റ് വാസ് ഹിസ് സ്ട്രാറ്റജി. ബട്ട് ഡീപ് ഡൗൺ ഹി ഈസ് എ ബ്യൂട്ടിഫുൾ പേഴ്സൺ. അതെ. ഇപ്പോൾ ഈ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ നിങ്ങൾ ബിഗ് ബോസിൽ വന്നിട്ട് ഉള്ളൊരു ഫ്രണ്ട്ഷിപ്പ് ആണെന്ന് പോലും നമുക്ക് ഫീൽ ചെയ്യാറില്ല. ഭയങ്കര ഒരു ബോണ്ട്. ശരിക്കും പറഞ്ഞാൽ എങ്ങനെ നിങ്ങൾക്ക് ബിഗ് ബോസിൽ വന്നിട്ട് ഇത്ര ഒരു ബോണ്ട് ഫസ്റ്റ് ഡേ സംസാരിച്ചപ്പോൾ തന്നെ തോന്നിയോ? ഫസ്റ്റ് ഡേ നിങ്ങൾ ഇന്ന് സംസാരിക്കുമ്പോൾ അവരെല്ലാവരും കൂടെ പറയുന്നുണ്ടായിരുന്നു നിങ്ങളിരിക്കുന്ന ആ കൗച്ച് കാണുമ്പോഴത്തേക്ക് ഹിന്ദി ബിഗ് ബോസിൽ എത്തിയ പോലെ തോന്നുന്നു എന്നൊക്കെ. ശരിക്കും ആ ഒരു ഫസ്റ്റ് കോൺവെർസേഷനിൽ തന്നെ നിങ്ങൾ തമ്മിലുള്ള ഒരു ബോണ്ട് ഫോം ചെയ്തിരുന്നോ? ആക്ച്വലി ഫസ്റ്റ് മന്ത് 30 days
ഫസ്റ്റ് ഫ്യൂ ഡേയ്സ് നമ്മൾ തമ്മിലൊരു സംസാരം ഉണ്ടായിരുന്നു. എവിടെയാണ് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഇംഗ്ലീഷ് പറയും. നമ്മൾ ഈ ഇംഗ്ലീഷും ഹിന്ദി ഇടയ്ക്കിടയ്ക്ക് കൂടുതൽ വരുമ്പോൾ നമ്മൾ തമ്മിൽ വി കൻ ടെൽ മോർ തിങ്സ്. ചില സാധനങ്ങൾ നമ്മൾ മലയാളത്തിൽ പറയുമ്പോൾ റെസ്ട്രിക്റ്റീവ് ആണ്. ഇപ്പം ലാംഗ്വേജ് കുറച്ചും കൂടി ഈസിയായ കാരണം നമ്മൾ അവിടെ നിന്നും കുറച്ചും വി വർ മോർ ബെറ്റർ. പിന്നെ ഫുഡിന്റെ കാര്യത്തിലായാലും എനിക്ക് ഇഷ്ടമുള്ള സെയിം ഫുഡാണ് ജിസേലിൻ്റെ ഒരു സെയിം യുനോ ലൈക്കിംഗ് ടുവേർഡ്സ് ഫുഡ്. അപ്പോൾ ഇതെല്ലാം കോമൺലി വരാൻ തുടങ്ങിയപ്പോൾ ഒരു മാസം നല്ല ബോണ്ടായിരുന്നു. ലൈക്ക് വി ജസ്റ്റ് സ്റ്റാർട്ടഡ് ടോക്കിംഗ് ആസ് ഫ്രണ്ട്സ് ആൻഡ് ആഫ്റ്റർ ദാറ്റ് വി ബിക്കേം വെരി ക്ലോസ് ആസ് ഫ്രണ്ട്സ്. ലൈക്ക് വി കുഡ് എല്ലാം നമുക്ക് ഷെയർ ചെയ്യായിരുന്നു. രാത്രി ആവുമ്പോൾ നമ്മൾ എല്ലാം സംസാരിക്കും, എല്ലാം ഷെയർ ചെയ്യും, ഇങ്ങോട്ടുള്ള കുറ്റവും പറയും. അങ്ങനെ നമുക്ക് പ്രഷർ കുക്കർ പോലെയല്ലേ ആ വീട്. സോ ഐ ഫീൽ that's when we became like yeah, but for me it was an instant connection undarnu like the first time I saw because and also like we were on the same bed and all that so it was not in a പൊതുപ്പിന്റെ അടിയിൽ എന്തായിരുന്നു ജിസേൽ, പൊതുപ്പിന്റെ അടിയിൽ റിവീൽ ചെയ്യാൻ പോണ ജിസേൽ. not in a wrong way but like I had that bonding with him, you know, where like when I met him it was like okay, വെരി കാഷ്വൽ മൈൻഡ് സെറ്റ്. I'll tell you. ഫസ്റ്റ് ഡേ വന്നു, 22-23 പേരുണ്ട്, ബെഡ് കുറവാണ്. എന്റെ ബെഡിൽ ആരുമില്ല സൈഡിൽ. ഒരാൾ ഞാൻ ഐ തിങ്ക് സരിക ചേച്ചി ആൻഡ് ഷീ ഡസന്റ് ഹാവ് ബെഡ്. ആദ്യം വന്നപ്പോൾ എല്ലാവരും ഇങ്ങനെ കുത്തിക്കേറി ബെഡിൽ ചാടി ലൈക്ക് മങ്കീസ്, ഇത് എന്റെ ബെഡ്, ഇത് എന്റെ ബെഡ്. അപ്പൊ മങ്കീസ് അല്ല ഇങ്ങനെ ചാടി ഇങ്ങനെ പിടിക്കത്തില്ലേ. അപ്പൊ ഞാൻ ഇച്ചിരി പതുക്കെ പതുക്കെ നടന്നു പോയപ്പോ ബെഡില്ലായിരുന്നു. സരിക ചേച്ചിക്കും ഇല്ലായിരുന്നു. സരിക ചേച്ചി രേണു പറഞ്ഞ് എന്റെ കൂടെ വാ, അവർക്ക് ഇച്ചിരി അറിയാം. അപ്പൊ ലാസ്റ്റ് ബെഡ് റിമൈനിങ് എന്റെ മാത്രം ആള് ബാക്കി ജിസൈൽ. അപ്പൊ ഞാൻ പറഞ്ഞു ജിസൈൽ പ്ലീസ് ഡോണ്ട് വറി, കൂടെ കിടക്കാം, ഒരു പ്രശ്നമില്ല, നോ വറി. ഐ ഡോണ്ട് വാണ്ട് തിങ്ക് ഈ പ്രേക്ഷകർ എന്ത് ചിന്തിക്കും. പ്രേക്ഷകരൊന്നും ചിന്തിച്ചിട്ടില്ല. എനിക്കൊരു കുഴപ്പമില്ല. അല്ല ഞങ്ങളിങ്ങനെ ഇറ്റ് വാസ് എ ഡബിൾ ബെഡ്, ട്വിൻ ബെഡ് ആയിരുന്നു. അങ്ങനെ അല്ലായിരുന്നു, ഒരു സിംഗിൾ അല്ലായിരുന്നു, ഡബിൾ ബെഡ് ആണ്. 2 മാട്രസ് ഉണ്ടായിരുന്നു. അപ്പൊ ഞങ്ങളൊരു അകത്ത് ഈ റീകളുടെ ഒരു തലാണ വെച്ചിട്ട് ഒരു ബെഡ് ഇങ്ങനെ ആക്കിയിട്ട് ഇങ്ങനെ ഞങ്ങൾ മരിച്ചു പിരിച്ച് കിടക്കുമായിരുന്നു. മരിച്ച് ലൈക്ക് ഇപ്പുറത്ത് അപ്പുറത്ത് കിടക്കുമായിരുന്നു. തിരിഞ്ഞു മറിഞ്ഞു കിടക്കാം. തിരിഞ്ഞു മറിഞ്ഞു. അപ്പോ ബിഗ് ബോസ് തന്നെയല്ലേ ആ ഒരു ബെഡ് ഉണ്ടാക്കിയിരിക്കുന്നത് രണ്ടുപേർക്ക് വേണ്ടി. അപ്പൊ നമ്മൾ അങ്ങനെ പുറത്തുനിന്ന് വിചാരിക്കും പ്രേക്ഷകർ ഇതൊന്നും ഇല്ല മൈൻഡ് നമ്മുടെ ഗേൾ ആൻഡ് ബോയ് ടാസ്ക് ഒക്കെ ചെയ്ത് ക്ഷീണിച്ച്, ആഹാരമില്ലായിരുന്നു, മോയ്സ്ചറൈസർ ഇല്ലായിരുന്നു, ഒന്ന് ഓർത്ത് എന്താണെന്ന് കഷ്ടപ്പെട്ടായിരുന്നു ഉറങ്ങിയത്. അങ്ങനെ ഉറങ്ങുമ്പോ എപ്പം 1 മാസം പോയെന്ന് മനസ്സിലായ പോലെ ഇല്ല. ജിസേല് ശരിക്കും ഫേസിൽ അന്ന് തേച്ചത് ഫൗണ്ടേഷൻ ആണോ അല്ലായിരുന്നു പൊട്ടറ്റോ ആണോ? ഇല്ല, അത് പൊട്ടറ്റോ ആയിരുന്നു. ലിപ്സ്റ്റിക് ഉണ്ടായിരുന്നു, നോണ പറയത്തില്ല. ലിപ്സ്റ്റിക് ഉണ്ടായിരുന്നു, പക്ഷെ ഫൗണ്ടേഷൻ ഇല്ലായിരുന്നു. നോണ എന്തിനാ പറയണേ, ഇപ്പൊ വേണമെങ്കിൽ അല്ലേലും പറയാം. ഫൗണ്ടേഷൻ ഇല്ലായിരുന്നു, ലിപ്സ്റ്റിക് ഉണ്ടായിരുന്നു. പിന്നെ അത് ബിഗ് ബോസ് എല്ലാം എടുത്തായിരുന്നല്ലോ. ആ ലിപ്സ്റ്റിക് കാണാതെ പോയി. അത് പിന്നെ ആദിലാടെ അവിടെ ആയിരുന്നു. അങ്ങനെയായിരുന്നു. ഒരു ലിപ്സ്റ്റിക് ഉണ്ടായ എല്ലാ പെണ്ണുങ്ങൾമാര് തേക്കും, പെണ്ണുങ്ങൾ തേക്കും അല്ലേ, എല്ലാവരും തേക്കും. അനുമോളും തേക്കുമായിരുന്നു. അനുമോൾക്കും കൊടുക്കുമായിരുന്നോ? എല്ലാവരും യൂസ് ചെയ്യും. എന്നിട്ടാണ് അനുമോള് പറഞ്ഞത് അതല്ലേ, എല്ലാവരും യൂസ് ചെയ്യുമായിരുന്നു. അടിപൊളി. പക്ഷെ ഫൗണ്ടേഷൻ ഇല്ലായിരുന്നു.